ഞങ്ങളുടെ ബ്രേക്ക് ടൈമിലൊരു റീല് അവസാനം ഞങ്ങളെ കൊണ്ടെത്തിച്ചത് ഇവിടെ കേട്ടോ. വരുമ്പം തന്നെ വെൽക്കം ആയിട്ട് അവർ നമുക്കൊരു സുലൈമാന് തരും കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. നമ്മളത് ചീസൊക്കെ പറഞ്ഞ് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവർ ഓർഡർ എടുക്കാൻ വന്നു. കോഷാരി വിത്ത് പിസ്താഷ്യോ ആൻഡ് റൈസ് പുഡിംഗ് വിത്ത് മാംഗോ കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും സംഗതി ഇങ്ങെത്തി. ഇതിൻ്റെ കൂടെ ക്വാർട്ടർ ഒരു ഹണി അൽഫാമും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരുമിച്ച് ടേബിളിലെത്തിയെങ്കിലും ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് മുഴുവൻ കോഷാരി വിത്ത് പിസ്താഷ്യോയിലായിരുന്നു. സംഭവം നൈസായിരുന്നു കേട്ടോ. ഇതിൻ്റെ ലെയേഴ്സിൽ വരുന്നത് റൈസ് പുഡിങ്ങും കുനാഫയും വിപ്പിംഗ് ക്രീമും അതിൻ്റെ മുകളിലേക്കായിട്ട് ബക്ലാവ ഷീറ്റ്സും കൂടെയാണ്. ടോപ്പിംഗ് ആയിട്ട് കുറച്ച് പിസ്താഷ്യോ ക്രീമും പിസ്താസും. കാണുമ്പോൾ തോന്നുന്ന അത്ര സ്വീറ്റ്നെസ് ഒന്നും ഇല്ല കേട്ടോ, വളരെ മൈൽഡാണ്. സോ നമുക്കെല്ലാം ഫിനിഷ് ചെയ്യാൻ പറ്റും. 2-3 പേർക്ക് സുഖമായിട്ട് കഴിക്കാണ്ട് ക്വാണ്ടിറ്റി ഉണ്ട്. 365 രൂപ കേട്ടോ ഇതിന് റേറ്റ് വരുന്നത്. ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒക്കെ കോംപ്രമൈസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്ര വലിയ ഹൈപ്പായിട്ട് തോന്നിയില്ല റേറ്റ്. പക്ഷേ ഇതെന്നെ നിരാശപ്പെടുത്തി. റൈസ് പുഡിംഗ് വിത്ത് മാംഗോ 230 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. അതിനുള്ള ക്വാണ്ടിറ്റി ഇതിൻ്റെ അകത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതുപോലെ ടേസ്റ്റ് വൈസ് ആയിരുന്നാലും ഒരു ഓക്കെ ആയിരുന്നു. പിന്നെ നേരെ ഹണി അൽഫാമിലേക്ക് വന്നു. അത് ശരിക്കും സൂപ്പർബായിരുന്നു. നല്ല ചൂടോടുകൂടിയാണ് സെർവ് ചെയ്തത്. ആ മയോണൈസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടത് ഈ സർബാൻ കോഷാരി പിസ്താഷ്യോയും ഹണി അൽഫാമുമാണ്. ലാസ്റ്റ് ഇറങ്ങാറായപ്പോൾ അവർ കളയാൻ കൊണ്ടുപോയ 2 ടിന്നും ഞങ്ങളിങ്ങനെ ചോദിച്ചു മേടിച്ചു. ഞാൻ ഈ ബേക്കിങ്ങും കുറച്ച് ക്രാഫ്റ്റ് വർക്ക്സും ഒക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി. ബില്ല് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സെപ്പറേറ്റ് GST ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പ്ലേസ് മറക്കണ്ട, പട്ടം പ്ലാമോടുള്ള നഫ് റോൾസ് ആൻഡ് ഗ്രിൽസ്.